അർഹരായ മുഴുവൻ ആളുകളെയും വോട്ടേഴ്സ് ലിസ്റ്റിൽ ഉൾപ്പെടുത്താൻ അടിയന്തര നടപടികൾക്ക് സർക്കാർ തീരുമാനം. മതിയായ രേഖകൾ കൈവശമില്ലാത്തവർക്ക് യുദ്ധകാലാടിസ്ഥാനത്തിൽ രേഖകൾ ലഭ്യമാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുവാൻ ജില്ലാ കളക്ടർമാർക്ക് നിർദ്ദേശം നൽകിയിരിക്കുകയാണ് സർക്കാർ. വിശദവിവരങ്ങളുമായി മനസ മനോജ് ചേരുകയാണ്. മനസ, രേഖകൾ കിട്ടാൻ ഒരു ഫീസും ഈടാക്കുന്നതല്ല എന്ന അറിയിപ്പോടുകൂടിയാണ് ഇപ്പോൾ ഈ തീരുമാനം പുറത്തു വന്നിരിക്കുന്നത്. ഒരാൾക്കും യാതൊരു തരത്തിലുള്ള കാരണങ്ങൾ കൊണ്ടും ഇങ്ങനൊരു അവകാശം നഷ്ടപ്പെടരുത് എന്ന നിർബന്ധം കേരള സർക്കാർ ഉണ്ട് എന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ് കൂടിയാണ് ഈ യുദ്ധകാലാടിസ്ഥാനത്തിലുള്ള തീരുമാനങ്ങൾ, അല്ലേ? സർക്കാർ നേരത്തെ തന്നെ വോട്ടർമാർക്ക് ഇത്തരത്തിലുള്ള ഉറപ്പ് നൽകിയതാണ്. അതായത് വോട്ടർമാർക്ക് അർഹതപ്പെട്ട ആളുകളുടെ വോട്ടവകാശം ഒരു രീതിയിലും ഇല്ലാതാവുകയില്ല, അതിനൊരു കാരണവശാലും സംസ്ഥാന സർക്കാർ സമ്മതിക്കില്ല, ഇടവരുത്തില്ല എന്നതടക്കമുള്ള ഉറപ്പ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നു. വോട്ടർ പട്ടികയിൽ പേര് ഉൾപ്പെടുത്തുന്നതിന് ജനങ്ങളെ സഹായിക്കുന്നതിനായി മതിയായ സഹായ കേന്ദ്രങ്ങളൊക്കെയും ഇതിന് പ്രാദേശിക അടിസ്ഥാനത്തിൽ സ്ഥാപിക്കുന്നതിന് നേരത്തെ തന്നെ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചതാണ്. അതിന്റെ തുടർ നടപടിയായാണ് ഇപ്പോൾ വോട്ടേഴ്സ് ലിസ്റ്റിൽ ഉൾപ്പെടുത്താൻ അടിയന്തര നടപടികൾ കൂടി സർക്കാർ തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നത്. മതിയായ രേഖകൾ കൈവശമില്ലാത്തവർക്ക് യുദ്ധകാലാടിസ്ഥാനത്തിൽ രേഖകൾ ലഭ്യമാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കാൻ ജില്ലാ കളക്ടർമാർക്കാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ രേഖകൾ കിട്ടാൻ ഒരു ഫീസും നൽകേണ്ടതില്ല. ഏതെങ്കിലും ഫീസ് ഉണ്ടെങ്കിൽ അത് ഈ കാലയളവിൽ ഒഴിവാക്കപ്പെടുന്നതായിരിക്കും എന്ന നിർദ്ദേശം തന്നെയാണ് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സാധാരണ ജനങ്ങൾക്ക്, വോട്ടവകാശമുള്ള ജനങ്ങൾക്ക് അല്ലെങ്കിൽ അർഹതപ്പെട്ട വോട്ട് ഉള്ള ജനങ്ങൾക്ക് ഒരു കാരണവശാലും വോട്ടവകാശം നഷ്ടപ്പെടില്ല അല്ലെങ്കിൽ നഷ്ടപ്പെടുത്തില്ല എന്ന് തന്നെയുള്ള തീരുമാനങ്ങളിലേക്കാണ് സംസ്ഥാന സർക്കാർ പോകുന്നത്. ആവശ്യമുള്ള സ്ഥലങ്ങളിലെല്ലാം പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിൽ ഹിയറിംഗ് കേന്ദ്രങ്ങൾ സജ്ജീകരിക്കുന്നതിനും അതോടൊപ്പം തന്നെയാണ് അടിസ്ഥാന സൗകര്യങ്ങൾ ഉറപ്പുവരുത്തുന്നതിനും വേണ്ടി ജില്ലാ കളക്ടർമാർക്കാണ് ചുമതല നൽകിയിരിക്കുന്നത്. ഹിയറിംഗ് കേന്ദ്രങ്ങളിൽ ആവശ്യമെങ്കിൽ വോളണ്ടിയർമാരുടെ സേവനവും മതിയായ ഹിയറിംഗ് ഉദ്യോഗസ്ഥരുടെ സേവനവും ഉറപ്പുവരുത്തേണ്ടതാണ്. അതോടൊപ്പം തന്നെയാണ് കിടപ്പ് രോഗികളൊക്കെയും തന്നെ പോയി ഹിയറിംഗിന് ഹാജരാകേണ്ട എന്നതടക്കമുള്ള നിർദ്ദേശങ്ങൾ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. പൊതുജനങ്ങൾക്ക് ഓൺലൈനായി ഫോമുകൾ സമർപ്പിക്കുന്നതിനുള്ള സൗകര്യം എല്ലാ സഹായ കേന്ദ്രങ്ങളിലും സജ്ജീകരിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെയാണ് അക്ഷയ സെന്ററുകൾ ഈടാക്കുന്ന ഫീസ് ലഘൂകരിക്കാൻ IT വകുപ്പിനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഏതായാലും ബൂത്ത് ലെവൽ ഓഫീസർമാരെ നിയോഗിക്കാത്തതോ ഒഴിവുള്ളതോ ആയ പോളിംഗ് സ്റ്റേഷനുകളിൽ 2 ദിവസത്തിനകം തന്നെ നിയമനം നടത്തണമെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ജില്ലാ കളക്ടർമാർ ഇതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ നിർദ്ദേശങ്ങളും ഉടൻ തന്നെ നടപ്പിലാക്കാനുള്ള ഒരു സാധ്യത തന്നെയാണ് കാണുന്നത്. വരും ദിവസങ്ങളിൽ അതിനായുള്ള അടിയന്തര ഇടപെടൽ തന്നെ കളക്ടർമാരുടെ ഭാഗത്ത് നിന്നും ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇതോടെ കേരളത്തിൽ 24 ലക്ഷത്തോളം ആളുകളാണ് ഇപ്പോൾ വോട്ടർ പട്ടികയിൽ നിന്നും പുറന്തള്ളപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അർഹതപ്പെട്ട ആളുകൾ ആ ലിസ്റ്റിൽ ഉണ്ടെങ്കിൽ അവർക്ക് വോട്ട് ലഭിക്കാനുള്ള, വോട്ടവകാശം ലഭിക്കാനുള്ള എല്ലാ സഹായങ്ങളും സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമെന്ന് തന്നെയാണ് മുഖ്യമന്ത്രി ഉറപ്പ് നൽകുന്നത്. ശരി മാനസ, അർഹരായ എല്ലാ ആളുകളും വോട്ടേഴ്സ് ലിസ്റ്റിൽ ഉൾപ്പെടുക എന്ന ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ് കേരള സർക്കാർ. അടിയന്തര നടപടികൾക്ക് സർക്കാർ തീരുമാനമെടുത്തിരിക്കുന്നു. മതിയായ രേഖകൾ കൈവശമില്ലാത്തവർക്ക് യുദ്ധകാലാടിസ്ഥാനത്തിൽ രേഖകൾ ലഭ്യമാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുവാനാണ് ഇപ്പോൾ ജില്ലാ കളക്ടർമാർക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ അതിനായുള്ള ഇടങ്ങളും കണ്ടെത്തുന്നുണ്ട്. ഒപ്പം തന്നെ രേഖകൾ കിട്ടാൻ ഒരു ഫീസും ഈടാക്കേണ്ടതില്ല എന്ന കാര്യവും ഉറപ്പുവരുത്തുവാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസ് നിർദ്ദേശം നൽകിയിരിക്കുന്നു. മാനസിയാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്.